പ്രവാചക പ്രകീർത്തന കാവ്യ ശാഖയിൽ ഇസ്ലാമിക ലോകത്ത് വളരെ പ്രസിദ്ധമായ രചനകളാണ് ബുർദകൾ എന്ന് പറയുന്നത്. ബുർദ ഒരു സങ്കല്പമാണ്, അതേസമയം ബുർദ ഒരു സംഭവവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിമർശകരിൽ ഒരാളായിരുന്ന കഅബ് ഇബ്നു സുഹൈർ എന്ന് പറയുന്ന കവി, അദ്ദേഹത്തിൻ്റെ ഇസ്ലാം ആശ്ലേഷണ വേളയിൽ നടത്തുന്ന ഒരു കവിതക്ക് തിരിച്ചു നൽകുന്ന സമ്മാനമാണ് യഥാർത്ഥത്തിൽ ബുർദ. ബുർദ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നുബിഅ്തു അന്ന റസൂലല്ലാഹി ഔഅദനി വൽ അഫു ഇൻദ റസൂലില്ലാഹി മഅ്മൂലു. റസൂൽ എന്നെ കുറേ നാളായി റസൂലിൻ്റെ പക്കൽ നിന്നുള്ള താക്കീത് എനിക്ക് വരുന്നു, പക്ഷെ റസൂലിൽ നിന്ന് തന്നെയാണ് ഞാൻ ക്ഷമ പ്രതീക്ഷിക്കുന്നത്, വിട്ടുവീഴ്ച പ്രതീക്ഷിക്കുന്നത്. ലഖദ് അഖൂമു മഖാമൻ ലൗ യഖൂമു ബിഹി അറാ വ അസ്മഉ മാ ലൗ യസ്മഉൽ ഫീലു. ഞാനിപ്പോ നിൽക്കുന്ന ഈ സ്ഥലം, റസൂലിന് മുമ്പിൽ വന്നു നിന്ന് പാടുകയാണ്. ഞാനിപ്പോ ഇങ്ങനെ വന്നു നിൽക്കുന്ന അറാ വ അസ്മഉ, ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം ഒരു ആനയ്ക്കാണ് ഉണ്ടാകുന്നതെങ്കിൽ ലവല്ല യുർഅദു ഇല്ലാ അൻ യകൂന ലഹു മിനർ റസൂലി ബിഇദ്നില്ലാഹി തൻവീലു. ആ ആന പോലും ഭീതി പൂണ്ടു പോകുന്ന ഒരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അത്ര മഹത്തായ ഒരു ജീവിതത്തെയാണ് അത്ര അധിക്ഷേപകരമായ പദങ്ങൾ ഉപയോഗിച്ച് ഇത്രയും നാൾ ഞാൻ വിമർശിച്ചത് എന്നാണ്. ഇത് ഉദ്ധരിക്കുന്നതിൻ്റെ ഒരു കാരണം, ഈ കവിതയിൽ, ഈ ബുർദയിൽ ഇന്ത്യയെക്കുറിച്ച് ഒരു പരാമർശമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപമിക്കാൻ വേണ്ടി ബുർദ ഉപയോഗിച്ച പദം ഇന്നർ റസൂല ലനൂറു യുസ്തളഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു എന്നാണ്. റസൂലിന്റെ തിളക്കം എന്നുള്ളത് ഒരു ഇന്ത്യൻ വാളിന്റെ തിളക്കമാണ് എന്നാണ്. അന്ന് അറബികളും ഇന്ത്യക്കാരും തമ്മിലുള്ള കച്ചവട കൊള്ളക്കൊടുക്കുകളുടെയൊക്കെ ഒരു ചരിത്രമുള്ളൊരു കാലമാണ്. ഇതിൽ ഏറ്റവും സുപ്രസിദ്ധമായി മനസ്സിലാക്കപ്പെട്ട ഇന്ത്യൻ വാളിനെ കുറിച്ചാണ് റസൂല് അവിടെ ഉപമിക്കപ്പെടുന്നത്. അവിടെ നിന്നാണ് നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇന്ത്യയിൽ നിന്ന് വിമർശനത്തിന്റെ വർത്തമാനത്തിനെതിരെ അറബ് ലോകത്ത് ഇല്ലാ റസൂലുള്ളാഹി യാ മോദി എന്ന് പറഞ്ഞ് ഹാഷ്ടാഗ് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ അഫ്രീന്റെയും അതുപോലെ തന്നെ പർവീന്റെയും, അഫ്രീന്റെ സഹോദരിയാണ് പർവീൻ, അതുപോലെ തന്നെ ജാവേദ് സാഹിബിന്റെയും ഒക്കെ ഈ വീട് പൊളിക്കലിനെ നമ്മൾ കാണുന്നത്, അതിനെ വരവ് വെക്കുന്ന ദൈവശാസ്ത്രം യഥാർത്ഥത്തിൽ പ്രവാചകന് വേണ്ടി നിങ്ങൾ എന്ത് കൊടുത്തു എന്നുള്ള ഒരു അക്കൗണ്ടിൽ കൂടിയാണ്. ഖുൽ ഇൻ കാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും വ അശീറത്തുക്കും വ അംവാലുൻ ഇഖ്തറഫ്തുമുഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ വ മസാകിനു തർലൗനഹ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ്? നിങ്ങളുടെ മക്കളാണോ? നിങ്ങളുടെ മാതാപിതാക്കളാണോ? നിങ്ങളുടെ സഹോദരങ്ങളാണോ? നിങ്ങളുടെ കച്ചവടമാണോ? നിങ്ങൾ നഷ്ടം ഭയക്കുന്ന കച്ചവടമാണോ? അതല്ല നിങ്ങൾ അന്തിയുറങ്ങുന്ന വീടാണ്? അഹബ്ബു ഇലൈക മിനല്ലാഹി വ റസൂലിഹി വ ജിഹാദിൻ ഫീ സബീലി. അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും പ്രിയങ്കരമായിട്ടുള്ളത് ഇതാണോ? അല്ല എന്ന് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ജാവേദ് സാഹിബിന്റെ കുടുംബത്തിന്റെ ചരിത്രം. തന്റെ മകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടവനല്ല എന്നാണ് മുദ്ദസിറിന്റെ ഉമ്മ തിരിച്ചു നൽകുന്ന പ്രതികരണത്തിന്റെ അടിയാധാരം. എന്റെ മകൻ സാഹിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ടാണ് ഷഹീദായത് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെയാണ്, ചെറിയ കുട്ടികൾ വരെ അങ്ങനെയാണ്, പാട്ടും അങ്ങനെയാണ്. അല്ലാ റസൂലിനെയും കഴിച്ച് എനിക്ക് എല്ലാറ്റിലും സഖിയായോരെന്നാ പാടുന്നത്.
അള്ളാനെ റസൂലിനെ കഴിഞ്ഞിട്ടുള്ളൂ. ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും അങ്ങനെയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഒരു ദൈവശാസ്ത്രത്തെ സംഘപരിവാറിന് അതിന്റെ രാഷ്ട്രീയ ഉന്മൂലന അജണ്ടയിൽ ഉൾപ്പെടുത്താമെന്നേ ഉള്ളൂ. ഒരിക്കലും അതിനെ റദ്ദ് ചെയ്യാൻ സാധിക്കില്ല. അതിന്റെ അടിയാധാരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ലാമും ഉണ്ടാകുമെന്നാണ്. നമ്മളിങ്ങനെ ഒരുമിച്ച് ചേരുന്നതിന്റെ ഏറ്റവും പരമമായ ഒരു രാഷ്ട്രീയ പ്രസ്താവന, നമ്മൾ ഈ രാജ്യത്ത് ഇനി പുറത്തേക്ക് ഇറങ്ങുകയല്ലാതെ വഴിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിൽ എത്തിമുട്ടി നിൽക്കുകയാണ്. ഇത് ഒരു സ്തംഭനാവസ്ഥ എന്നുള്ളതിനേക്കാൾ ചരിത്രത്തിന്റെ തനിയാവർത്തനമാണ്. ബൽ നഖ്ദിഫു ബിൽ ഹഖ്ഖി അലൽ ബാത്തിലി ഫയദ്മഉഹു ഫൈദാ ഹുവ സാഹിഖുൻ. ബാത്തിൽ തകരണമെങ്കിൽ ഹക്കും ബാത്തിലും തമ്മിലുള്ള സംഘട്ടനം ഉണ്ടാകുമെന്നാണ്. ആ ബാത്തിലിന്റെ സംഘട്ടനത്തെ ഹക്കിന് നേരിടാൻ സ്ട്രാറ്റജികൾ ഒരുപാട് ആവശ്യമാണ്. ആ സ്ട്രാറ്റജികളിൽ അതിപ്രധാനമായതും മുൻഗണനാക്രമത്തിലുള്ളതും ഓരോരോ മേഖലകളിൽ, രാഷ്ട്രീയ, സാമൂഹിക, മത, സാമുദായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് അതിന്റെ പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കാൻ തീർച്ചയായും ബാധ്യതയുണ്ട്. അത് നിർവഹിക്കേണ്ടുന്ന ഏറ്റവും പറയുന്ന ആളുകൾ ഈ രാജ്യം മുടിച്ച് എവിടേക്ക് വരെ എത്തി, ഇവിടേക്ക് ഒരു ഗവൺമെന്റ് ഉദ്യോഗം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പോലും ആ നിലയിൽ ഇല്ലാത്ത രീതിയിൽ, ആർമിയുടെ കാര്യത്തിൽ പോലും അതായിരിക്കുന്നു. 4 കൊല്ലം എടുത്ത് അതിൽ നിന്ന് വളരെ കുറഞ്ഞ ആളുകളെ മാത്രം ശേഷമുള്ള 15 കൊല്ലത്തേക്ക് പരിഗണിക്കുകയും 4 കൊല്ലത്തിന് ശേഷം പെൻഷനോ ഗ്രാറ്റുവിറ്റിയോ മറ്റും ഇല്ലാതെ അവരെ പിരിച്ചുവിടുകയും ചെയ്യുന്ന സംവിധാനത്തിലേക്ക് 17 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു സ്കീം. അതിനെതിരെയാണ് വ്യാപകമായ പ്രക്ഷോഭം വി ലവ് ഇന്ത്യൻ ആർമി എന്നുള്ള പേരിൽ നടക്കുന്നത്. അതുകൊണ്ട് സംഘപരിവാർ അതിന്റെ ഗവേണൻസിൽ തോൽക്കുമെന്നുള്ളതിൽ നമുക്ക് ഒരു സംശയവുമില്ല. കാരണം സംഘപരിവാറിന് ഇത് മുന്നോട്ട് നയിക്കാൻ അറിയൂല, അത് വേറൊരു വിഷയം. പക്ഷേ അവർക്കറിയുന്ന, അവർ ഉൽപ്പാദിപ്പിക്കുന്ന വെറുപ്പ്, വിദ്വേഷം, ഇതിനെ മുൻനിർത്തി ഇത് കത്തിക്കാൻ, ഉന്മൂലനം നടത്താൻ, അതുപോലെ തന്നെ മുച്ചൂടും നശിപ്പിക്കാൻ ഈ പ്രത്യയശാസ്ത്രം തന്നെ ധാരാളമാണ്. ഇതിനെതിരെയുള്ള കൂട്ടുത്തരവാദിത്വത്തോടു കൂടിയുള്ള ജാഗ്രതക്ക് തീർച്ചയായും ഇത്തരത്തിലുള്ള സംഗമങ്ങൾ കരുത്താകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.